സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും എത്ര മിനിറ്റ് സംസാരിക്കും, എത്ര പോയിന്റ് സംസാരിക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് വളരെ കാച്ചി കുറുക്കിയ കാര്യമാത്ര പ്രസക്തമായ 4 കാര്യങ്ങൾ 15 മിനിറ്റ്. ആദ്യം തന്നെ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോറത്തിന് വലിയൊരു പ്രണാമം അർപ്പിക്കുന്നു. ഏകദേശം 270-300 കിലോമീറ്റർ ഞാനിവിടെ സഞ്ചരിച്ച് എത്തിയത് ഈ ഫോറത്തിന്റെ പ്രസക്തിയും ഇതേപോലുള്ള മീറ്റിംഗിന്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. അതോടൊപ്പം കമാൽ പാഷ സാറിനെ പോലെ ഞാനൊക്കെ വളരെ ചെറുതായിരുന്നപ്പോൾ പോലും ടിവിയിലൊക്കെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും മറ്റും കേട്ട് പഠിക്കാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ശ്രീ CR വേലണ്ണൻ സാറിനെ പോലെ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചാനൽ ചർച്ചയ്ക്ക് സംവാദങ്ങൾക്കൊക്കെ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി അവർ, ശ്രീ നരേന്ദ്രൻ അവർ, ശ്രീ TL സന്തോഷ് അവർ, ശ്രീ ശശി പുളിക്കൽ അവർ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സൗമ്യ അവർ, എന്റെ സുഹൃത്തായ നമ്മുടെ പുരുഷാവകാശത്തിനൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ശ്രീ ജോയ് അരക്കൽ സാർ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹവും നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് ആദ്യ പോയിന്റ് ഒരു ചോദ്യം ചോദിച്ചാൽ തുടങ്ങാം. ഞാൻ എന്നെ കുറിച്ച് മുഖവരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടിസ്ഥാനപരമായി ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. എനിക്ക് നിങ്ങളുടെ അറിയാൻ ആഗ്രഹമുള്ളത്, നിങ്ങളിൽ എത്ര പേർ, നിങ്ങൾക്ക് ഇടതുപക്ഷമാകാം, വലതുപക്ഷമാകാം, മധ്യപക്ഷമാകാം, വ്യത്യസ്ത പക്ഷങ്ങളുള്ള ആൾക്കാർ നിങ്ങളുടെ ഉണ്ടാവും. നിങ്ങളിൽ എത്ര പേരാണ് ഈ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ളത്, അല്ലെങ്കിൽ സൈദ്ധാന്തികം CPM CPI ഒന്നും ആവണമെന്നില്ല, ലെഫ്റ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണ്? ദയവായി ഒന്ന് കൈപൊക്കാം. റൈറ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണ്? ഒന്ന് കൈപൊക്കാം. നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണ്? ഒന്ന് കൈപൊക്കാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഷ്പക്ഷം എന്നൊരു പക്ഷം ഇല്ലെന്നും ഏതെങ്കിലും രീതിയിൽ ഒരു പക്ഷം എടുക്കുന്നതാണ് പോളിസിയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചത് ഒബ്ജക്റ്റീവ് എന്നായിരിക്കാം, വസ്തുനിഷ്ഠം എന്ന അർത്ഥത്തിലായിരിക്കാം നിങ്ങൾ നിഷ്പക്ഷം എന്ന് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യം അല്ലെങ്കിൽ ഭരണഘടന അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അമേരിക്കക്കാരിൽ നിന്ന് ഒരു കാര്യം കണ്ടു പഠിക്കേണ്ടതും അത് അവരുടെ പൊളിറ്റിക്കൽ ഓണസ്റ്റിയാണ്, അഥവാ രാഷ്ട്രീയ സത്യസന്ധത. അമേരിക്കയിലെ കോടതിയിലെ ജഡ്ജിമാരെ പോലും ഇവർ വലതുപക്ഷ ജഡ്ജിമാരാണ്, ഇവർ ഇടതുപക്ഷ ജഡ്ജിമാരാണ്. അതിന്റെ നടുക്ക് ചീഫ് ജസ്റ്റിസ് ആയിട്ട് പൊതുവെ ഒരു സെൻട്രിസ്റ്റ് ജഡ്ജി, മധ്യവർത്തിയായ ജഡ്ജി വരുന്നത് എന്ന് ഓപ്പൺലി പറയുന്നവരാണ്. അവരിതിനെ വിളിക്കുന്നത് ലെഫ്റ്റ് ജഡ്ജിമാരെ ലിബറൽ ജഡ്ജിമാരെന്നും, റൈറ്റ് ലീനിങ് ആയ ജഡ്ജിമാരെ കൺസർവേറ്റീവ് ജഡ്ജി എന്നും, മറ്റേത് സെൻട്രിസ്റ്റോ കൺസെൻസസ് ബിൽഡിംഗ് ജഡ്ജിയോ ഒന്നുമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് നമ്മൾക്ക് രാഷ്ട്രീയ സത്യസന്ധത വളരെ കുറവാണ്. എല്ലാവരും നിഷ്പക്ഷരാണെന്നും രാഷ്ട്രീയമില്ലാത്തവരാണെന്നും പറയുകയും എന്നാൽ തങ്ങളുടെ രാഷ്ട്രീയമാണ് ശരിയായ രാഷ്ട്രീയം ഒന്നും ബാക്കി രാഷ്ട്രീയം തെറ്റാണെന്ന് ആശയങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മളിലെല്ലാം. ഇടതുപക്ഷക്കാരാണെങ്കിൽ, വിശാല സെന്റർ ടു ലെഫ്റ്റ് നിൽക്കുന്നവരാണെങ്കിൽ അവർ സ്വയം തങ്ങളെ മതേതരെന്നും തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാണ് വിളിക്കുന്നത്. വലതുപക്ഷക്കാരവരെ വിളിക്കുന്നത് വലതുപക്ഷക്കാരല്ല, ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, ദേശസ്നേഹികളാണ്, ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളാണ് എന്ന് വിളിക്കുന്നതാണ്. കുറെ കൂടെ ആത്മാർത്ഥമായി എന്താണ് ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രം എന്ന് അറിഞ്ഞു തുടങ്ങുകയാണെങ്കിലാണ് നമുക്ക് ജനാധിപത്യത്തെ, ഭരണഘടനയെ, ജുഡീഷ്യറി ഒക്കെ വ്യാഖ്യാനിക്കാൻ കഴിയും. ജഡ്ജിമാർക്ക് രാഷ്ട്രീയമുണ്ടോ? 100% ജഡ്ജിമാർക്ക് രാഷ്ട്രീയമുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ വ്യത്യസ്ത ജഡ്ജിമാരുടെ രാഷ്ട്രീയമടക്കം ഇവിടെ എനിക്ക് ഊന്നി പറയാൻ കഴിയും. അതിനർത്ഥം നാളെ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾ കൊലപാതക കുറ്റം ചെയ്തിട്ട് വന്നാൽ അയാളെ ശിക്ഷിക്കില്ല എന്നല്ല. പകരം നേരത്തെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ പബ്ലിക് പോളിസി, പൊതു നയങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഏത് ഭാഗത്തോട് ചേർന്ന് നിന്നാണ് അവർ ആ വ്യാഖ്യാനം നടത്തുന്നത്. ഇതാണ് ലിബറൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ്. അമേരിക്കയിലെ പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ റൈറ്റ് വിങ്ങിനോടോ സെന്റർ റൈറ്റിനോടോ ചേർന്ന് നിൽക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ ക്രിസ്ത്യൻ, വലതുപക്ഷ അല്ലെങ്കിൽ വലത് ലീനിങ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് ഈ വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും അതിന്റെ പോപ്പുലിസ്റ്റ് നേതാവുമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി. അവിടുത്തെ സെന്റർ ലെഫ്റ്റ്, ലിബറൽ, പ്രോഗ്രസീവ്, സെക്കുലർ എന്നൊക്കെ വിളിക്കുന്നതാണ് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി. ബരാക് ഒബാമ മുതൽ ജോ ബൈഡൻ മുതൽ ആൾക്കാരുള്ളവർ. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിൽ ഈ റൈറ്റ് ലീനിങ് സ്പേസസ് അല്ലെങ്കിൽ റൈറ്റ് വിങ്, റൈറ്റ് ലീനിങ് സ്പേസസ് കൈകാര്യം ചെയ്യുന്നത് BJPയും RSSുമാണ്. സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ലെഫ്റ്റിലേക്ക്, കോൺഗ്രസിൽ നിന്നും കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് നിൽക്കുന്നത് CPI ആണ്. CPI
ഐയിൽ നിന്നും കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് നിൽക്കുന്നത് CPM ആണ്. അതുകൊണ്ടാണ് CPM-കാർ CPI-യെ ഇടതിലെ വലതന്മാർ എന്ന് പറയുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സ്പെക്ട്രമാണ്. അതായത് നമ്മളൊരു വര വരച്ചാൽ പൊളിറ്റിക്കൽ ആക്സസിൽ ഇവർ എവിടെ നിൽക്കുന്നു എന്ന് ഈസിയായി നമുക്ക് വരച്ചെടുക്കാം. ഇന്ന് ChatGPT-യോടോ ഗൂഗിളിലോ പോയാൽ നിങ്ങൾക്ക് കൃത്യമായി ഇത് വരച്ചെടുക്കാം. ഇതിൽ ശരിയും തെറ്റുമൊന്നുമില്ല. ഇതാണ് നമ്മുടെ നയം, പോളിസി, പാരഡൈം, പരിപ്രേക്ഷ്യം. നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ നെഹ്റുജിയാണ് സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നത്, സർദാർ പട്ടേലാണ് സെന്റർ റൈറ്റ് നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഏറ്റവും വലിയ ആത്മബന്ധവും ഇഷ്ടവുമായിരുന്നു. ആശയപരമായ 100 കാര്യങ്ങളിൽ അവർ വിയോജിച്ചു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ, ഗാന്ധിജിയുടെ കാര്യത്തിൽ, ഒരുമയുടെ കാര്യത്തിൽ അവർ ഒന്നിക്കുകയും ചെയ്തു. നെഹ്റുജി പുരോഗമനവാദിയും മതേതര സ്വഭാവമുള്ളവരും മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന നിലപാടുള്ളവരും ജാതി മത രാഷ്ട്രീയ സ്വത്വങ്ങൾ രാഷ്ട്രീയത്തിൽ കഴിയുന്നതും കുറയ്ക്കണമെന്ന അഭിപ്രായമുള്ള ലെഫ്റ്റ്, ലിബറൽ, പ്രോഗ്രസീവ്, സെക്കുലർ, ഹ്യൂമനിസ്റ്റിക് എന്നൊക്കെ പറയുന്ന നിലപാടുള്ള വ്യക്തിയാണ്. അത് നല്ലതാണ്. അതൊരു നിലപാട് തറയാണ്, അഥവാ പാരഡൈമാണ്. എന്നാൽ സർദാർ പട്ടേൽ നേരെ തിരിച്ച് അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് റൈറ്റ് കൺസർവേറ്റീവ് ആയിരുന്നു. RSS അടക്കമുള്ള പ്രസ്ഥാനങ്ങളോട് മൃദുഭാവവും ചില സമയങ്ങളിൽ നിരോധന ഭാവവും ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് സർദാർ പട്ടേലിനെ ഇഷ്ടവും അദ്ദേഹത്തിന്റെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കും. അപ്പോൾ നെഹ്റുജി സെന്റർ ലെഫ്റ്റ് ആയിരുന്നു, സർദാർ പട്ടേൽ സെന്റർ റൈറ്റ് ആയിരുന്നു. ഇവരെ ഒന്നിപ്പിച്ചിരുന്ന സെന്റർ ആയിരുന്നു മഹാത്മാഗാന്ധി, സെൻട്രിസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ മധ്യവർത്തി നിലപാട് എടുക്കുന്ന വ്യക്തി. നെഹ്റുജിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ. അതാണ് പിന്നീട് നമ്മുടെ നാട്ടിൽ CPI-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് CPM-ഉം ഒക്കെ മാറിയത്. നമ്മുടെ മഹാനായ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ളവർ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ്. കോൺഗ്രസിൽ ഇനി ഒരു വലതുപക്ഷം ഉണ്ടായിരുന്നു. അവരാണ് സർദാർ പട്ടേൽ, KM മുൻഷി, ശ്രീ രാജഗോപാൽ ആചാരി, ഇന്ത്യയിലെ ആദ്യ വലതുപക്ഷ പാർട്ടിയായ സ്വതന്ത്ര പാർട്ടി തുടങ്ങിയ രാജഗോപാൽ ആചാരി, KM മുൻഷി, ഭാരതീയ വിദ്യാഭവൻ തുടങ്ങിയ KM മുൻഷി അടക്കമുള്ള ആൾക്കാർ. ഇവരിൽ നിന്നും കുറെ കൂടെ വലത്തേക്കാണ് ഈ ഹിന്ദുത്വ പക്ഷത്തിലെ ആൾക്കാർ നിൽക്കുന്നത്. അതിലെ ശ്യാമപ്രസാദ് മുഖർജി ഒക്കെയാണ് ആദ്യ ഭരണഘടനയിലെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിമാരായി പോലും നെഹ്റുജി കൊണ്ടുവന്നത്. ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇത് ഒരു രാഷ്ട്രത്തിന്റെ ബാലൻസിങ് മെക്കാനിസമാണ്. ഇതേപോലെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും എല്ലാ പാർട്ടികളിലും എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളിലും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ കോൺഗ്രസിൽ, അതായത് കേരളത്തിൽ പ്രമുഖമായി നിൽക്കുന്ന ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷമായ കോൺഗ്രസിൽ ഇതേപോലെ സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന ആളാണ് ശ്രീ VD സതീശൻ, സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന ആളാണ് ശ്രീ VT ബൽറാം അടക്കമുള്ള നെഹ്റുവിയൻ ലൈൻ പിന്തുടരുന്ന ആൾക്കാർ. എന്നാൽ നേരെ തിരിച്ച് സെന്റർ റൈറ്റിലേക്ക് നിൽക്കുന്ന സമുദായം, സ്വത്വം, ഇതിലൊക്കെ കൂടെ പ്രാധാന്യം വേണമെന്ന് പറയുന്ന ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ശ്രീ ശശി തരൂർ. ഇതേപോലെ എല്ലാ പാർട്ടികളിലും ഈ ഇടത് വലത് മധ്യം എന്ന് പറയുന്ന ഒരു കാര്യം, ഇതിനെ ഓണസ്റ്റ്ലി മനസ്സിലാക്കാതെ ഇതിന്റെ ചുറ്റും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. അതായത് ഏതൊരു രാജ്യത്തിന്റെയും നിലപാട്, നയങ്ങൾ ഉണ്ടാകുന്നത് റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്, സെന്റർ കൺസെൻസസ് ഉള്ള കാര്യങ്ങളിലാണ്. നേരത്തെ ശ്രീ CR നാരായണൻ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഉപയോഗിച്ചു, അതാണ് ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു പോളിസിക്ക് കൺസോൾട്ടേഷൻ കിട്ടുമ്പോൾ അതിലേക്ക് മാത്രം പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നയത്തിനോ പക്ഷത്തിനോ ശക്തി കിട്ടുമ്പോൾ അങ്ങോട്ട് പോകുന്നതോ ഒക്കെയാണ്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതിനനുസരിച്ചേ നമുക്ക് കൺസെൻസസ് ബിൽഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഞാനൊരു ഹിന്ദു വലത് ലീനിങ് ആക്ടിവിസ്റ്റാണ്. എന്നാൽ ഗോഡ്സേവാദികൾ തീവ്ര വലതുപക്ഷവാദികളാണ്, ഹിന്ദുത്വ തീവ്രവാദികളാണ്, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നവരാണ്, അവർ അൾട്രാ റൈറ്റ് വിങ് ആണ്. ഇതേപോലെ അപ്പുറത്ത് അൾട്രാ ലെഫ്റ്റ് വിങ് ഉണ്ട്. അവരെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ വിപ്ലവ വായാടികൾ എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ തീവ്ര അർബൻ നക്സലുകൾ എന്നാണ് വലതുപക്ഷക്കാരെ വിളിക്കുന്നത്. മറുപക്ഷത്ത് ഇപ്പുറത്ത് വലതുപക്ഷത്ത് അർബൻ നാസികളും ഉണ്ട്. അവരൊക്കെയാണ് ക്രിസ്മസിനെ ആക്രമിക്കുന്നത്, കന്യാസ്ത്രീമാരെ ആക്രമിക്കുന്നത്, ക്രിസ്മസ് ആഘോഷങ്ങൾ നശിപ്പിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രം അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതലം മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ രാഷ്ട്രീയ പ്രതലം മനസ്സിലാക്കിയാലേ, രാഷ്ട്രീയ സാമുദായിക പ്രതലങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിൽ കൺസെൻസസുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഉദാഹരണം, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എക്കണോമി ബേസ്ഡ് പൊളിറ്റിക്സ്, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിസ്ഥാനമാണ് എല്ലാത്തിനും ബേസ് എന്നുള്ള രാഷ്ട്രീയ
രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളാണ് ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ സ്വത്വാധിഷ്ഠിതം, ഐഡന്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന രീതിയിലാണ്. ഇതിനെ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടുന്നവരുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ ഫിലോസഫിയിലെ, ഞാൻ ഫിലോസഫിയുടെ വിദ്യാർത്ഥിയാണ്, നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്ന ആശയ ലോകത്തിലേക്കാണ് ഇത് വരുന്നത്. അതായത് ഒരു വ്യക്തി എത്രമാത്രം ജന്മന ഉള്ള കാര്യങ്ങളുണ്ട്, എത്രമാത്രം സമൂഹം അതിനെ സ്വാധീനിക്കും. ലെഫ്റ്റ് വിങ്ങുകാർ പറയുന്നത് സമൂഹമാണ് കൂടുതൽ, റൈറ്റ് വിങ്ങുകാർ പറയുന്നത് ആ വ്യക്തിയുടെ ജനറ്റിക്സ് അടക്കമുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഇതിലേക്കാണ് ആത്യന്തികമായി എത്തുക. ഇനി രണ്ട്, ഇത് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രതലം സ്വീകരിക്കുന്നത്, കൺസെൻസസ് സ്വീകരിക്കുന്നത്? പലപ്പോഴും ഞാൻ പറയാറുള്ള വളരെ പ്രമുഖമായ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയുടെ കൊടി. ഇതാ, ഈ ഇന്ത്യയുടെ കൊടിയിൽ കുങ്കുമവും വെള്ളയും പച്ചയും ഉണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ സ്കൂളിൽ പഠിക്കും, കുങ്കുമം എന്നോ കാവ്യെന്നോ പറഞ്ഞാൽ ത്യാഗവും ധീരസന്നദ്ധതയാണ്, വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, പച്ച എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠത എന്നുള്ളതാണ് എന്ന് നമ്മൾ സ്കൂളിൽ നമ്മൾ പഠിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല. ഏപ്രിൽ 13, 1921 ഇതിന് കളർ കോഡ് നൽകിയ മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവ് ഇത് ഡിസൈൻ ചെയ്ത പിങ്കാളി വെങ്കയ്യയോട് പറയുന്നത് നമ്മുടെ നാട്ടിൽ 3 പ്രധാന സമുദായങ്ങളാണുള്ളത്. ഇത് കുങ്കുമം അല്ലെങ്കിൽ കാവി അല്ലെങ്കിൽ ഈ റെഡ് ഷോക്രെ, അന്ന് റെഡ് ഷോക്രയായിരുന്നു, ആ റെഡ് ഷോക്രെ പ്രതിദാനം ചെയ്യുന്നത് ഹിന്ദുക്കളെയാണ്. ഇതിൽ വെള്ള പ്രതിദാനം ചെയ്യുന്നത് ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയാണ്. ഇതിൽ പച്ച പ്രതിദാനം ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ്. ഇവർക്ക് തമ്മിൽ നമുക്കൊരു ബാലൻസ് ഉണ്ടാക്കാം. ഇതായിരുന്നു നമ്മുടെ ഫ്ലാഗുകളുടെ ആദ്യ രൂപം. അതായത് നമ്മുടെ ഫ്ലാഗിന്റെ ചരിത്രത്തിലെ എവല്യൂഷൻ കണ്ടാൽ ആദ്യം 1921 മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്ന ആദ്യ കളർ കോഡുകളിലൊന്ന് ഈ ഫ്ലാഗാണ്. അതിന്റെ വ്യത്യസ്ത എവല്യൂഷനിലാണ് വരുന്നത്. ഗാന്ധിജി പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു കൺസെൻസസ് വേണം, ബാലൻസ് വേണം. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം കോൺഗ്രസ്സുകാരുടെ വേദി പോയാൽ, ഇത് കോൺഗ്രസിന്റെ പതാക കൂടിയാണ്, അതാണ് പിന്നീട് ഇന്ത്യയുടെ പതാകയായത്, അവർ പറയും ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അന്നത്തെ പബ്ലിക് പോളിസി മനസ്സിലാക്കണമെങ്കിൽ ഇത് 1931-32 കാലഘട്ടങ്ങളിൽ അന്ന് 7 അംഗ ഫ്ലാഗ് കമ്മിറ്റി അംഗീകരിച്ച ഇന്ത്യയുടെ കൊടിയാണ്. RSSന്റെ കൊടിയല്ല, 7 അംഗ ഫ്ലാഗ് കമ്മിറ്റി അംഗീകരിച്ച ഇന്ത്യയുടെ കൊടിയാണ്. ആ അംഗീകരിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തവർ മഹാനായ മതേതരനായ നെഹ്റുജി, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായ മൗലാന ആസാദ്, നമ്മുടെ സർദാർ പട്ടേൽ അടക്കം ഈ ഫ്ലാഗ് മതി ഇന്ത്യക്ക്. അതായത് സാഫ്രൻ നിറത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, മേലിൽ ചർക്കയൊക്കെ ഗാന്ധിജിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ മൗലാന ആസാദും നെഹ്റുജി അംഗീകരിച്ചപ്പോ യഥാർത്ഥ രാമഭക്തനായ, യഥാർത്ഥ സനാതന ഹിന്ദുവായ മഹാത്മാഗാന്ധി പറഞ്ഞു അങ്ങനെ പറ്റില്ല, എല്ലാ നിറങ്ങളും ഉണ്ടെങ്കിലേ നമ്മുടെ ഫ്ലാഗിന് സമ്പൂർണ്ണത ഉണ്ടാകും. മൗലാന ആസാദിന് ഒരു പക്ഷേ സാഫ്രൻ ഫ്ലാഗ് മാത്രം മതിയായിരിക്കും, പക്ഷെ എനിക്കത് പറ്റില്ല, എല്ലാ ഫ്ലാഗും വേണം. അതുകൊണ്ട് ഈ നമ്മുടെ കാവിയും വെള്ളയും പച്ചയും വേണം. ഇതിനെ കുറിച്ചാണ് നമ്മുടെ ലൂസിഫർ സിനിമയിൽ ഡയലോഗ് ഉണ്ട്. ഒരൊറ്റ ഡയലോഗേ ലൂസിഫർ സിനിമയിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്യിച്ചിട്ടുള്ളൂ, അത് ഈ ഡയലോഗാണ്. ലൂസിഫർ സിനിമയിൽ പൃഥ്വിരാജും മുരളി ഗോപിയും എഴുതിയ ഡയലോഗിൽ ഒരൊറ്റ ഡയലോഗ് കട്ട് ചെയ്യിച്ചു. ഇതിന്റെ പ്രാധാന്യം എന്താ അറിയാം? ഈ കാവി പതാക മാറ്റിയതാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിലും. അതായത് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദിയായ വ്യക്തി, നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന വ്യക്തി പറയുന്നത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണം ഈ കാവി പതാക മാറ്റി മഹാത്മാഗാന്ധി ഇത് ബഹുസ്വരമായ മതസൗഹാർദ്ദത്തിൽ അടിച്ചുള്ള പതാകയാണ്. അപ്പൊ ഗാന്ധിജി എന്നും ഒരു കൺസെൻസസിന് ട്രൈ ചെയ്തതിന്റെ അർത്ഥം ഈ കൺസെൻസസും ബാലൻസുമാണ്, സമവായവും സന്തുലനവുമാണ് ഒരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് പോലെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഈ കൺസെൻസസ് ആ. വന്ദേ മാതരം ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ദേവി സ്തുതിയും ദുർഗാ സ്തുതിയും സരസ്വതി ലക്ഷ്മി സ്തുതികളൊക്കെ ഉണ്ട്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് അത് ബുദ്ധിമുട്ടാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു ആദ്യത്തെ 2 പാരാഗ്രാഫ് പാടിയാൽ മതി. ഇങ്ങനെയല്ലേ കൺസെൻസസ് ഉണ്ടാക്കുന്നത്? ഇല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? അതായത് അവർക്ക് വിശ്വാസപരമായി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ കാര്യമുണ്ട്, നമുക്കൊരു ദേവി സ്തുതി, അങ്ങനെ നാഷണൽ സോങ്ങേ വരാൻ പാടില്ല, നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിൽ സമവായം ഉണ്ടാക്കാൻ ഈ വ്യത്യസ്ത ഭാഗങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ കാര്യം. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ്, ഈ 3-4 മിനിറ്റ് എടുക്കും. മൂന്നാമത്തെ പോയിന്റ്, ഈ ബാലൻസ് കൺസെൻസസ് എല്ലാ വിഷയങ്ങളിലും പലപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. മലയാളികളുടെയും വിശിഷ്യ ഇന്ത്യക്കാരുടെയും പ്രശ്നം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ള എക്സ്ട്രീം പൊസിഷൻസ് ഓരോ കാര്യങ്ങളിലും എടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അൾട്രാ റൈറ്റ് വിങ്, എല്ലാം ദേശീയതയാണ്, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്തവരെ പിടിച്ച് ജയിലിൽ
ജയിലിലിടും, ചോദ്യം ചെയ്യുന്നവരെല്ലാം മോശക്കാരനാണെന്ന് പറയും. സാറേ 1.5 വർഷമായിട്ട് ഒരു നമ്മുടെ സിദ്ദിഖ് കാപ്പൻ എന്ന മലയാളി ജയിലിൽ കിടക്കുന്നു, നീ എന്തിനാ ചോദിക്കുന്നത്, നീ തീവ്രവാദിയാണ് എന്ന് പറയും. 5 വർഷമായിട്ട് ഉമർ ഖാലിദും ഷാദി ഇമാമും കുറ്റം എന്താണെന്ന് അറിയാതെ വിചാരണ തടവുകാരായി ജയിലിൽ കിടക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട, അമ്മ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയും. 9 ദിവസമായി കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കുന്നു. കേരളത്തില് ക്രിസ്ത്യൻ വോട്ട് വേണ്ടോണ്ട് BJP പറയില്ല, പക്ഷേ അവിടെ ക്രിസ്ത്യൻ വോട്ട് വേണ്ടാത്തോണ്ട് പറയും എന്നാ കുറച്ചു ദിവസം കിടക്കട്ടെ, അത് നല്ലതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ്ലി നമ്മൾ ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്താൽ മാത്രമേ സമവായം ഉണ്ടാകുള്ളൂ. അതിൽ ജാതിയുണ്ട്, മതമുണ്ട്, സ്വത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജാതി മതം നോക്കി വോട്ട് ചെയ്യുന്നൊന്നുമല്ല. അങ്ങനെ വോട്ട് ചെയ്യുന്ന 50% വലത് ലീനിങ് ആൾക്കാരും അങ്ങനെ അല്ലാത്ത ഒരുപാട് പേര് അല്ലാതെയുണ്ട്. ഈ രണ്ടും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് തമ്മിലൊരു ബാലൻസ്, ഈ ലെഫ്റ്റും റൈറ്റും തമ്മിലൊരു ബാലൻസ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. 4ാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റ്. നേരത്തെ പറഞ്ഞു നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഗുണം എന്താ? എനിക്ക് അങ്ങനെ ലൈഫിൽ ഉണ്ടായൊരു ഗുണവും ഇമ്പാക്റ്റും പറയാം. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം, ശബരിമല കേസിലെ വിധിന്യായം ഞങ്ങൾ കുറച്ച് വിശ്വാസികൾ പോരാടാൻ ഇറങ്ങി, പിന്നീട് ഒരുപാട് പേര് ചേർന്നു. നമുക്ക് സുപ്രീം കോടതിയുടെ 4-1 എന്ന അല്ലെങ്കിൽ 5 അംഗ ബെഞ്ചിന്റെ തെറ്റായ വിധിന്യായം നമുക്ക് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട്, ഒരുമയുടെ ശക്തി കൊണ്ട് അതിജീവിക്കാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ തെറ്റായ വിധിന്യായമായിരുന്നു. എന്തുകൊണ്ടാണെന്നും കൂടെ അറിയുമ്പോഴേ കൗതുകമുള്ളൂ. ആ ഒറ്റ വിഷയത്തിലാണ് ഞാനും കമാൽ പാഷ സാർ തമ്മിൽ വ്യത്യാസമുള്ളൂ. സുപ്രീം കോടതി യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള വളഞ്ഞ വഴിയായി ശബരിമല വിധിന്യായത്തെ ഉപയോഗിക്കുകയും അതിലേക്ക് ഒരു ചവിട്ടുപടിയായിട്ട് വെക്കുക. നേരത്തെ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ശ്രീ CR നീലകണ്ഠൻ സാർ. ഈ 4 ജഡ്ജിമാർ ഒരു പ്രത്യേക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ, അദ്ദേഹം ഒരു വലതുപക്ഷ വ്യക്തിയാണ്, ദീപക് മിശ്ര എന്നാണ് പേര്, അദ്ദേഹത്തിനെതിരെ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് മുമ്പ് മുതൽ ആദ്യമായി ചീഫ് ജസ്റ്റിസ് എന്താ പറയണേ, വിമർശന വിധേയനാണ്. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ശരി, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കടുപ്പിച്ച് പറയാം. റെക്കോർഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് അത്ര കടുപ്പിക്കാതെ. അതായത് ഈ ചീഫ് ജസ്റ്റിസ് ശരിയല്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കക്ഷി രാഷ്ട്രീയ ബയസ് മാത്രമാണെന്നും അൾട്ടീരിയർ മോട്ടീവ്സ് കൂടെയാണെന്നും കുറച്ചുകൂടെ പച്ചയായുള്ള ഭാഷയിൽ മലയാളത്തിലെ ചാനലിൽ ഇരുന്ന് പറഞ്ഞതിന് ഇത് അവിടത്തെ ആൾക്കാർ സുപ്രീം കോടതിയിൽ കൊണ്ടുകൊടുത്തു. ഒരു തലനാരിഴക്കാണ് ഞാൻ കോടതി ഇലക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ 1.5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരിക. ഇതിന്റെ പ്രശ്നം ജഡ്ജിമാര് അജണ്ടയോടെ പ്രവർത്തിച്ചു തുടങ്ങിയ ഈ രാജ്യത്തിന്റെ അവസാനം അവിടെയാണ് ജഡ്ജിമാർക്ക് ഈ ബാലൻസ് എത്താനും. ഇപ്പൊ ശബരിമലയിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ശബരിമലയിൽ നമ്മുടെ ജസ്റ്റിസ് ദീപക് മിശ്ര അടക്കമുള്ള ആൾക്കാരും പിന്നീട് ചന്ദ്രചൂഡ്ജി അടക്കമുള്ള ആൾക്കാരും ഉദ്ദേശിച്ചത് ശബരിമലയില് എന്തോ സ്ത്രീകൾക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് യുവതികളെ കയറ്റിക്കഴിഞ്ഞാൽ മുസ്ലിം പേഴ്സണൽ ലോയും ക്രിസ്ത്യൻ പേഴ്സണൽ ലോയും ഒന്ന് ദുർബലപ്പെടുത്താം. ആർട്ടിക്കൽ 44 എന്ന് പറയുന്ന യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം. ആർട്ടിക്കൽ 14 മുഖംമൂടി ഇത്രേ വിചാരിച്ചുള്ളൂ. ഇത് അന്താരാഷ്ട്ര വലിയ ഡീപ് സ്റ്റേറ്റ് സീക്രട്ട് ഒന്നും അല്ല. പലരും ഇത് തുറന്നു തന്നെ പറയാറ്. തീവ്ര ഹിന്ദുത്വ ഇസ്ലാമോഫോബിക് നിലപാടെടുക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ളവർ യഥാർത്ഥത്തിൽ ശബരിമലയിൽ യുവതികൾ കയറണമെന്നും എന്നിട്ട് യൂണിഫോം സിവിൽ കോഡിന്റെ ചവിട്ടുപടിയാണോ എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സമയം എത്തിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ എടുത്ത് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അജണ്ടകളുണ്ട്. ഈ അജണ്ടകൾ തിരിച്ചറിഞ്ഞാലേ നമുക്ക് സമവായം സൃഷ്ടിക്കാൻ പറ്റും. ഡീപ് സ്റ്റേറ്റ്, ഇപ്പൊ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡീപ് സ്റ്റേറ്റ് ആണ്? ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് മുസ്ലിങ്ങളുള്ള ഡീപ് സ്റ്റേറ്റ് ആണോ? ക്രിസ്ത്യാനികളുള്ള ഡീപ് സ്റ്റേറ്റ് ആണോ? ദളിതന്മാരും ആദിവാസികളുള്ള ഡീപ് സ്റ്റേറ്റ് ആണോ? ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സവർണ ഹിന്ദു ബ്രാഹ്മണിക്കൽ ഡീപ് സ്റ്റേറ്റ് ആണ്. അല്ലാതെ വേറെ ഏത് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയാം? ഈ ഡീപ് സ്റ്റേറ്റിനെ, അപ്പൊ ഈ ഡീപ് സ്റ്റേറ്റിനെ നമുക്ക് മനസ്സിലാക്കി അതിന്റെ തെറ്റുകളെ പ്രതിരോധിക്കണമെങ്കിൽ അതിന്റെ ജാതി, മത, രാഷ്ട്രീയ, സാമുദായിക സ്വഭാവങ്ങൾ നമ്മൾ പരിശോധിക്കും. ഉദാഹരണം ഞാൻ ചോദിക്കാം. കേരളത്തിലാണെങ്കിൽ ഉമർ ഖാലിദിനെ 5 വർഷം വിചാരണ കൂടാതെ തടവിൽ വിടുവായിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഒരു മൊമെന്റവും മൂടുമത. ഇത് നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കിയാണ്. അങ്ങനെ സത്യസന്ധമായി മനസ്സിലാക്കുമ്പോഴാണ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ സമവായം ഉണ്ടാക്കുന്നത്. ആ സമവായം എന്താ? യഥാർത്ഥത്തിൽ മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ ഭരണഘടന എഴുതാൻ വരുന്നതിന്റെ പശ്ചാത്തലം എന്താ? ഗാന്ധിജിയും നെഹ്റുജിയും അടക്കം അംബേദ്കറെ പോലെ വലിയൊരു ഐക്കൺ, ഏറ്റവും വലിയ പണ്ഡിതൻ, നമ്മുടെ ദളിത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹത്തിന് സ്ട്രോങ് ആയ ഒരു പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് പറഞ്ഞു. നമ്മുടെ ഫ്ലാഗിൽ തന്നെ അങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് എലിമെന്റ് കൊണ്ടുവരാനും ദളിത് എലിമെന്റ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നെഹ്റുജി ഈ ചർക്കയ്ക്ക് പകരം ചക്രവും അശോക ചക്രവും ബ്ലൂ കളറും കൊണ്ടുവന്നത്. ഇങ്ങനെയാണ് സമവായം ഉണ്ടാക്കുന്നത്. വേറെ എങ്ങനെ ഉണ്ടാക്കും എന്നാ പറയണേ? അതായത് വ്യത്യസ്ത ജാതികൾ കാണും, മതങ്ങൾ കാണും, ഐഡന്റിറ്റീസ് കാണും, സ്വത്തങ്ങൾ കാണും, രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും. നമുക്ക് ഈ കൺസെൻസസ് ബിൽഡിംഗ് എന്നുള്ളതാണ് കോറായ ആശയം. ആ കൺസെൻസസ് ബിൽഡിംഗ് മറന്നു പോകുമ്പോഴാണ് ഞാൻ ഇടതുപക്ഷത്ത് നിന്നിട്ട് പറയും ഞങ്ങൾ മാത്രം മതേതരന്മാർ, മറ്റെല്ലാം വർഗീയവാദികൾ. വലതുപക്ഷത്തെ ആൾക്കാർ പറയും ഞങ്ങൾ മാത്രം രാജ്യസ്നേഹികൾ, നിങ്ങളെല്ലാം രാജ്യദ്രോഹികൾ. ഈ രീതിയിൽ പറയുന്നതിന്റെ റീസൺ മറുഭാഗത്തുനിന്റെ രാഷ്ട്രീയം ആത്മാർത്ഥമായി മനസ്സിലാക്കി സമവായത്തിന്റെ സ്പേസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് മഹാത്മാഗാന്ധി
ഗാന്ധി ചെയ്ത 2-3 സമവായങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇന്ത്യയുടെ കൊടി, അതിന്റെ ഉദാഹരണങ്ങളാണ് വന്ദേ മാതരം, അതിന്റെ ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ പോയി പൂജ കഴിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. നമ്മുടെ ലെഫ്റ്റ് ലിബറൽ ഫ്രണ്ട്സ് പറയും അത് തെറ്റാണ്, ശരിയല്ല തുടങ്ങിയ കാര്യം. റൈറ്റ് കൺസർവേറ്റീവ് സുഹൃത്തുക്കൾ പറയും അതാണ് ശരി, അത് കൾച്ചറിന്റെ ആഘോഷമാണ്. ഇത് സ്വാതന്ത്ര്യ സമര കാലത്തും ഈ തർക്കം നടന്നു. സോമനാഥ ക്ഷേത്രം പണി കഴിപ്പിക്കണോ? നെഹ്റുജി പറഞ്ഞു വേണ്ട, സർദാർ പട്ടേൽ പറഞ്ഞു വേണം. നെഹ്റുജി പറഞ്ഞു ഇത് ഹിന്ദു റിവൈവലിസം ആണ്, ഇത് ഒരു കാരണവശാലും വർഗീയതയ്ക്ക് ഇടം കൊടുക്കും, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. മറുഭാഗത്ത് സർദാർ പട്ടേലും KM മുൻഷിയും പിന്നീട് പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദും പറഞ്ഞു വേണം. ഗാന്ധിജിയെ എടുത്തെത്തി. ഗാന്ധിജി പറഞ്ഞു നമുക്കൊരു സമവായം ഉണ്ടാക്കാം. ഗാന്ധിജി പട്ടേലിനോട് പറഞ്ഞു ശരിയാണ്, സോമനാഥ ക്ഷേത്രം നമുക്ക് റീബിൽഡ് ചെയ്യാം. പക്ഷെ നെഹ്റു പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, അതിന് സ്റ്റേറ്റിന്റെ കാശ് എടുക്കരുത്, ഗവൺമെന്റിന്റെ കാശ് എടുക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് കാശ് കണ്ടെത്തിക്കോ, ഞാനും സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഗാന്ധിജിയുടെ സമവായം. അമ്പലമൊക്കെ പറഞ്ഞു, അമ്പലമോ പള്ളിയോ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷേ നമ്മൾ ഗവൺമെന്റിന്റെ കാശ് എടുക്കരുത്, കാര്യം ടാക്സിന്റെ മണിയാണ് നമ്മൾ എടുക്കരുത്. ഇങ്ങനെയല്ലേ രാഷ്ട്രത്തിൽ സമവായം ഉണ്ടാക്കും. അപ്പൊ രണ്ട് ഭാഗത്തിന്റെയും ഓണസ്റ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഈ ബാലൻസ് നമുക്ക് എന്ന് കണ്ടെത്താൻ കഴിയുമോ അന്നേ പോവുകയുള്ളൂ ഈ രാജ്യം മുമ്പോട്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കൺസെൻസസ്, ഇങ്ങനെ അംബേദ്കർ കണ്ടെത്തിയ ഒരു കൺസെൻസസ് പറയാം. അന്നത്തെ ഹിന്ദു വലതുപക്ഷവാദികൾ പശുവിനെ കൊല്ലുന്നത്, ഗോമാതാവിനെ കൊല്ലുന്നത് മറ്റേ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് എടുത്തണം, ക്രിമിനലൈസ് ചെയ്യണം പറഞ്ഞു. അപ്പൊ അംബേദ്കറുടെ പുറത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായി. അപ്പൊ അംബേദ്കർ പറഞ്ഞു അത് പറ്റൂല, നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 48 ഇട്ടേക്കാം. ഇങ്ങനെ ഒരു വടം വലിയാണ് ഒരു രാജ്യം. അതായത് ഇടതുപക്ഷക്കാർ വടം വലിക്കും, വലതുപക്ഷക്കാർ വടം വലിക്കും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ താല്പര്യങ്ങൾ വടം വലിക്കും, പാർട്ടിക്കാർ കോൺഗ്രസ് BJP CPM വടം വലിക്കും. ഈ വടംവലിയുടെ ഇടയ്ക്ക് എവിടെയോ നമ്മളൊരു സെന്റർ പോയിന്റ് കണ്ടുപിടിക്കും. ആ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നതിലാണ് ഒരു രാജ്യത്തിന്റെ ആത്മാവ്, അത് മുമ്പോട്ട് പോകുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ 4-5 മിനിറ്റ് കൂടുതൽ നിർത്തിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒറ്റ പോയിന്റ് പറഞ്ഞുകൊണ്ട് നിർത്താം. ജനാധിപത്യവും ജുഡീഷ്യറിയും ഭരണഘടനയും സ്റ്റാറ്റിക് ആയ ഒരു കാര്യമല്ല. ജനാധിപത്യവും ജുഡീഷ്യറിയും ഭരണഘടനയും ഒക്കെ സ്റ്റാറ്റിക് ആയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു സാധനമല്ല. അത് ക്രിയേറ്റീവായ നിർവചനങ്ങളിലൂടെ, ആപ്ലിക്കേഷനിലൂടെ പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുന്ന ഒരു ഡൈനാമിക് ലിവിംഗ് ഡോക്യുമെന്റ് ആണ്. മോദിജിയും പറയുന്നത് ഭരണഘടനയാണ് എന്റെ പുസ്തകം എന്നാണ്. പക്ഷെ മോദിജി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭരണഘടനാ പ്രകാരമാണെന്ന് നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കൾ അംഗീകരിക്കും. ഇന്ദിരാഗാന്ധി നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവാണ്. പക്ഷെ ഇന്ദിരാഗാന്ധി ചെയ്ത എമർജൻസി, ഇന്ദിരാഗാന്ധിയാണ് സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നത്, സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഭരണഘടനയിൽ കൊണ്ടുവന്നത്. ഇന്ദിരാഗാന്ധി ചെയ്ത എമർജൻസി തെറ്റായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി അവരുടെ കൊച്ചുമകൻ തന്നെ പറയുന്നുണ്ട്. അമിതാധികാര പ്രയോഗമാണ്. നമുക്ക് ബാലൻസിലാണ് ഒരു രാജ്യത്തിന്റെ ആത്മാവ്. ആ ബാലൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സമുദായങ്ങൾ, സ്വത്വങ്ങൾ, ഭാഷ, ഇത്തരം ഒരുപാട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് നേഷൻ ബിൽഡിംഗ് ആണ്. അതായത് നേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞില്ല. ബിൽഡിംഗ് എന്ന വാക്കിൽ ഒരു ING പ്രയോഗമുണ്ട്. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ടെൻസും കൂടിയുണ്ട്. ആ രാഷ്ട്ര നിർമ്മാണം വ്യത്യസ്തതകളെ, സ്വത്വങ്ങളെ ഒരുമിച്ച് നിർത്തി പുതിയ പുതിയ സമവായങ്ങളും മിഡിൽ പാത്തുകളും കണ്ടെത്തുന്നതാണ്. അത് ആഴത്തിൽ ഭരണഘടന അറിയുമ്പോൾ, ആഴത്തിൽ മനുഷ്യാവകാശം അറിയുമ്പോൾ, ആഴത്തിൽ രാജ്യസ്നേഹം ഉണ്ടാകുമ്പോൾ, ആഴത്തിൽ നീതിബോധം ഉണ്ടാകുമ്പോൾ, ജനാധിപത്യവും ജുഡീഷ്യറിയും ഭരണഘടനയും കണ്ടെത്തുന്ന സമവായത്തിന്റെ പുതിയ മധ്യമാർഗങ്ങളാണ്. അങ്ങനെ പുതിയ സമവായത്തിന്റെ മധ്യമാർഗങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ, ഇത്രയും പ്രമുഖരായ ആൾക്കാരോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോറം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പരിപാടിക്ക് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അത് വരാൻ കഴിഞ്ഞതിന്റെ എനിക്ക് വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ബൗദ്ധികമായ, സാംസ്കാരികമായ, ഇന്റലക്ച്വലായ, അക്കാഡമിക്കായ വേദികൾ പോളിസി കാര്യങ്ങളിൽ ഇടപെടണം. മാഡത്തോടും ഇതിന്റെ എന്താ പറയുക, ഇത് നേതാക്കളോടും ഉള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ അത്തരത്തിലുള്ള പോളിസി പേപ്പേഴ്സോ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കാൻ എനിക്കറിയില്ല. ചെയ്യുമ്പോഴാണ് ക്ലാരിറ്റി കിട്ടുന്നത്. അത് ചെയ്യുമ്പോൾ ഓണസ്റ്റ് ആയിട്ട് ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നും ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും സെക്കുലർ എന്നും ഇങ്ങനെ കൃത്യമായി വ്യവച്ഛേദിച്ച് തന്നെ പറയണം. ഇല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ സാധാരണക്കാരന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ആ കൃത്യതയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോയാലേ ഈ രാജ്യത്ത് മതേതരത്വം / മതസൗഹാർദ്ദവും രക്ഷപ്പെടൂ, രാഷ്ട്രീയം നിലനിൽക്കൂ, കക്ഷി രാഷ്ട്രീയത്തിന് വൈബ്രൻസി ഉണ്ടാകും. അങ്ങനെ നല്ലൊരു ഇന്ത്യയെ കണ്ടെത്താൻ കേരളത്തിൽ നിന്ന് ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോറം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നിങ്ങളുടെ ഇനീഷ്യേറ്റീവ്സിന് കഴിയട്ടെ. ജയ് ഗാന്ധി, ജയ് ഹിന്ദ്.